നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ഉപരാഷ്ട്രപതി പ്രതിസ്ഥാനത്ത് നിന്നുള്ള രാജ്യപ്രഖ്യാപനത്തോടെ ദേശീയ രാഷ്ട്രീയത്തെ ഒട്ടാകെയാണ് ജഗദീപ് ധൻകർ ഞെട്ടിച്ചത്. അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു രാജിയെങ്കിലും അതിന് പിന്നാലെ യഥാർത്ഥ കാരണം അതൊന്നുമല്ല എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചർച്ച. അതിനിടെ തന്റെ അധികാരപരിധി മറികടന്ന് ഒരു നിയമനം നടത്താൻ ധൻകർ ശ്രമിച്ചതാണ് രാജിയിൽ കലാശിച്ചതെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു സംഭവം. സൻസദ് ടിവിയുടെ സെക്രട്ടറി ആൻഡ് ഇൻചാർജായി തനിക്ക് താൽപ്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ ധൻകർ ഒരുങ്ങുകയായിരുന്നു. അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റിന് മാത്രം നടത്താൻ കഴിയുന്ന നിയമമാണത്രേ തന്റെ അധികാരപരിധി മറികടന്നുകൊണ്ട് നടത്താൻ ധൻകർ ശ്രമിച്ചത്. അട്ടിമറിക്ക് സമാനമായ സാഹചര്യമായിരുന്നു രൂപം കൊണ്ടതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. രജിത് പഹനാനി ഏപ്രിൽ മാസത്തിൽ സൻസദ് ടിവിയുടെ സെക്രട്ടറി ആൻഡ് ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് സ്കിൽ ഡെവലപ്മെന്റ് സെക്രട്ടറിയായി പോയതിന് പിന്നാലെ ഒരു ജൂനിയർ ഓഫീസറെ ആ തസ്തികയിൽ നിയമിക്കാൻ ധൻകർ താൽപ്പര്യപ്പെടുകയായിരുന്നു എന്നാണ് വിവരം. NCCക്ക് മാത്രം നിയമനം നടത്താവുന്ന തസ്തികയിൽ ഉൾപ്പെട്ടതാണിത്. രാജ്യസഭയ്ക്കോ ലോക്സഭയ്ക്കോ ഉപരാഷ്ട്രപതിക്കോ രാഷ്ട്രപതിക്കോ ഇക്കാര്യത്തിൽ നിയമന ചുമതലയില്ല. കേന്ദ്ര സർക്കാർ സമർപ്പിക്കുന്ന പട്ടികയിൽ നിന്ന് വേണം ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കാൻ. ഓഫീസറെ നിശ്ചയിക്കാനുള്ള അധികാരം ACCക്ക് മാത്രമാണ്. ഈ സംഭവ വികാസങ്ങൾ നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്തായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ വിഷയത്തിൽ ഇടപെടുകയും തടയാനും ശ്രമിച്ചു. ഉദ്യോഗസ്ഥനോട് ആ തസ്തിക ഏറ്റെടുക്കരുതെന്നും പറഞ്ഞു. നിയമനം അനധികൃതമാകുമെന്നും നിയമപ്രതിസന്ധി ഉണ്ടാകുമെന്നും അദ്ദേഹത്തെ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, രാജ്യസഭാ സെക്രട്ടേറിയറ്റ് തുടങ്ങിയ കേന്ദ്രങ്ങൾ തമ്മിൽ പലകുറി ആശയവിനിമയം വേണ്ടി വന്നു. ചുമതല ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്ന പക്ഷം അവധിയിൽ പ്രവേശിക്കാനും ആ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിരുന്നെന്നും ഉന്നത വൃത്തങ്ങൾ പറയുന്നു.